സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ത്താണ് കേട്ടോ. ഒരു ജോലിയുടെ ആവശ്യത്തിനായിട്ട് മിക്കവാറും ഒരു മാസത്തോളം ഞാനിവിടെ കാണും. അപ്പോൾ ഈ നോയമ്പുകാലമായിക്കൊണ്ട് എൻ്റെ കുദാശ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് വളരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എറണാകുളം അങ്കമാലി രൂപതയിലെ തലതിരിഞ്ഞ് കുർബാന ഞാൻ ഒരു പ്രാവശ്യം വള്ളത്ത് പോയി കൂടിയിട്ട് പകുതിയായപ്പോൾ ഞാൻ ഇട്ടേച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഒരു കോട്ടയം രൂപതയുടെ പള്ളി കണ്ടു കിട്ടി. അങ്ങനെ അവിടെ പോയി കുദാശ ജീവിതമൊക്കെ നടത്താമെന്നോർത്താണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നല്ലൊരു അനുഭവമായിട്ട് കഴിഞ്ഞ ആഴ്ച പോയി നല്ലൊരു കുർബാനയായിരുന്നു. വളരെ ഭക്തിപൂർവമായിട്ടുള്ള ഒരു കുർബാന നമ്മുടെ സഭയുടെ സിറോമലബാർ സഭയുടെ ആ രീതിയിൽ കൂടെ തന്നെ കൂടാനായിട്ടൊക്കെ സാധിച്ചു. വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ഈ ആഴ്ചയും പോകാമെന്ന് ഞായറാഴ്ചയൊക്കെ പോകാമെന്നൊക്കെ ഓർത്തായിരിക്കുന്നത്. ഏതായാലും എന്താണ് ഈ എറണാകുളം അങ്കമാലി രൂപതയെക്കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചു. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ സംഭവം നമ്മുടെ ബൈബിളിൽ പറയുന്നത് കൗറേൻകാരനായ ഒരു ശിമയോൻ ഇല്ലാത്തതാണ് ഈ എറണാകുളം അങ്കമാലി രൂപതയുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അത് കൗറേൻകാരനായ ശിമയോൻ യേശുവിൻ്റെ കുരിശ് താങ്ങാനായിട്ട് തയ്യാറായപ്പോൾ അയാൾക്ക് 2 മിടുക്കന്മാർ ആമ്പിള്ളേരുണ്ടായി. അതായത് അലക്സാണ്ടറും റോപ്പസും. അവന്മാരാണ് പിന്നെ സഭയെ നയിക്കുന്നവരായിട്ട് നമ്മൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കാണുമല്ലോ. സഭയെ നയിക്കുന്ന മൂപ്പന്മാരായിട്ട് വന്ന ഈ അലക്സാണ്ടറും റോപ്പസും ഒക്കെയാണ്. ഇവിടെയുള്ള അച്ഛന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചാച്ചൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയത്തില്ല. അവർ പറയും അമ്മയോട് ചോദിക്കാൻ പറയും. അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്കും അറിയത്തില്ല ഞങ്ങളുടെ ഇത് ആരുടെ മോനാണെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഈ സംഭവിച്ചു പോയത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഒരു യേശുവിൻ്റെ കുരിശ് താങ്ങിയ നല്ലൊരു അപ്പൻ്റെ മക്കളായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എമ്മൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ശല്യമാണ് മനസ്സിലാക്കണം കേട്ടോ.